അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 1 ഞായറാഴ്ച. മനസ്സുകളെ മലിനമാക്കുന്ന പ്രവർത്തികൾ സിനിമാ രംഗത്ത് ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലാകാരികളുടെ മുന്നിൽ ഉപാധികൾ ഉണ്ടാകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി അഭിമാനിക്കാവുന്ന കാര്യമാണെന്നും കലാരംഗത്തെ ശുദ്ധീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF കൺവീനർ സ്ഥാനത്തുനിന്ന് EP ജയരാജനെ മാറ്റി TP രാമകൃഷ്ണനെ നിയമിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. CPM സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമാണ് പാർട്ടി തീരുമാനം കൈക്കൊണ്ടത്. പല വിഷയങ്ങളും പരിശോധിച്ചതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും ഇത് സംഘടന നടപടിയല്ലെന്നും അദ്ദേഹം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം പ്രകാശ് ജാവ്ദേക്കറുമായുള്ള EPയുടെ കൂടിക്കാഴ്ചയാണ് പാർട്ടിയുടെ ഈ തീരുമാനത്തിന് പിന്നിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി കൂടി ആലോചിച്ച ശേഷം. EPയുടെ പേരിലുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ പാർട്ടി സംസ്ഥാന ഘടകത്തിന് PB അനുമതി നൽകി. എന്നാൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനാൽ അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യതയില്ല. എല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായം കേൾക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. പരിഗണന കുറവെന്ന പരാതി ആർക്കെങ്കിലുമുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും RJDയെ അവഗണിച്ചിട്ടില്ലെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് TP രാമകൃഷ്ണന് ചുമതല നൽകിയത്. EP ജയരാജൻ BJP പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണെന്നും കള്ളം പൊളിഞ്ഞപ്പോൾ മുഖം രക്ഷിക്കാൻ CPM ജയരാജനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുവെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ. EPയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത് സംബന്ധിച്ച് താനല്ല പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സുധാകരൻ പറഞ്ഞു. PV അൻവർ MLA ഉയർത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ച് MV ഗോവിന്ദൻ. PV അൻവർ SP ഓഫീസിന് മുന്നിൽ നടത്തിയ സമരമടക്കമുള്ള വിഷയത്തിൽ സമയമെടുത്ത് പരിശോധിച്ച് നിലപാട് പറയാമെന്നാണ് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അൻവർ പാർട്ടിക്ക് മുകളിൽ വളരുന്നോ എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് മുകളിൽ ആരും വളരില്ല എന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഉപജാപക സംഘമാണെന്നും ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി നോക്കുകുത്തിയാണെന്നും വ്യക്തമാക്കുന്നതാണ് ഭരണകക്ഷി MLAയും SPയും തമ്മിലുള്ള ഫോൺ സംഭാഷണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. പിണറായി സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ADGP തൃശൂർ പൂരം കലക്കി BJPക്ക് വിജയം ഒരുക്കിക്കൊടുത്തുവെന്ന ഭരണകക്ഷി MLA അൻവറിന്റെ ആരോപണത്തിന്റെ മുന നീളുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണെന്നും സുധാകരൻ പറഞ്ഞു. ലൈംഗിക പീഡനത്തിനിടെ പെൺകുട്ടി ജനനേന്ദ്രിയം മുറിച്ച ഗംഗേശാനന്ദയ്ക്കെതിരെയുള്ള കുറ്റപത്രം സ്വീകരിച്ച് കോടതി. തിരുവനന്തപുരം CJM കോടതിയാണ് കുറ്റപത്രം സ്വീകരിച്ചത്. പിഴവുകൾ തിരുത്തി നൽകിയ കുറ്റപത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗംഗേശാനന്ദയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിന് പെൺകുട്ടിക്കും മുൻ സുഹൃത്തിനുമെതിരെ മറ്റൊരു കുറ്റപത്രവും ക്രൈംബ്രാഞ്ച് വൈകാതെ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി ടൂറിസം വകുപ്പല്ല സംഘടിപ്പിക്കുന്നതെന്നും എന്നാൽ വള്ളംകളിക്കൊപ്പം ടൂറിസം വകുപ്പും ഉണ്ടാകുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. വള്ളംകളി സംഘടിപ്പിക്കുന്നത് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയാണെന്നും വള്ളംകളി സംഘടിപ്പിക്കുമ്പോൾ എല്ലാവിധ സഹകരണങ്ങളും ടൂറിസം വകുപ്പ് നൽകുമെന്നും 1 കോടി രൂപയാണ് സാമ്പത്തിക സഹായമായി ടൂറിസം വകുപ്പ് നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയാള സിനിമയുടെ യശസ്സുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച നടനാണ് മോഹൻലാൽ എന്നും മോഹൻലാലിനോട് കേരളം കടപ്പെട്ടിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാള ചലച്ചിത്രകാരനെന്ന അടിസ്ഥാന മേൽവിലാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ ചലച്ചിത്രകാരനായി ഉയർന്നു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മോഹൻലാലിന് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക കേരളത്തിലെ ഇന്നത്തെ സംഭവഗതികൾ കേരളത്തിന്റെ സാംസ്കാരിക മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുവെന്ന് CPI നേതാവും മുൻ മന്ത്രിയുമായ C ദിവാകരൻ. സിനിമാ ലോകത്തെ സംഭവങ്ങൾ കയ്യും കെട്ടി നോക്കിയിരുന്ന് സർക്കാർ ആസ്വദിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന് 500 മെഗാവാട്ടിന്റെ കോൾ ലിങ്കേജ് ലഭിച്ചെന്ന് KSEB. 500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കാനാവശ്യമായ കൽക്കരി കേന്ദ്ര കൽക്കരി മന്ത്രാലയം കേരളത്തിന് ലഭ്യമാക്കും.
ശക്തി B4 പദ്ധതിയുടെ ഭാഗമായാണ് കേന്ദ്രം കേരളത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ വൈദ്യുതോൽപാദനത്തിനായി കൽക്കരി ലഭ്യമാക്കുന്നതെന്നും KSEB അറിയിച്ചു. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന നടനും MLA-യുമായ M. മുകേഷിന്റെ വീട്ടിൽ തെളിവെടുപ്പ്. കൊച്ചി മരടിലെ വീട്ടിലാണ് തെളിവെടുപ്പ് നടന്നത്. മുകേഷിനെതിരെ ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ച നടിയെ വീട്ടിലെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. നേരത്തെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും വീടിന്റെ താക്കോൽ മുകേഷ് കൈമാറിയിരുന്നില്ല. ഇതോടെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വീട്ടിൽ എത്തിയെങ്കിലും പരിശോധന നടത്താനാകാതെ മടങ്ങിയിരുന്നു. കുറ്റാരോപിതനായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ. ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ കുറ്റവിമുക്തനായാൽ തിരിച്ചുവരവിന് അവസരം ഉണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. നടൻ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിനെ തള്ളി ആനി രാജ. ഇടതുപക്ഷം എന്നാൽ സ്ത്രീപക്ഷമാണ്. മറ്റുള്ളവർ എന്തു ചെയ്തു എന്ന് നോക്കിയല്ല നടപടി എടുക്കേണ്ടത്. രാജ്യത്തെ മറ്റുള്ളവർക്ക് കൂടെ മാതൃകയാവണം കമ്മ്യൂണിസ്റ്റുകാരെന്നും ആനി രാജ പറഞ്ഞു. ലൈംഗിക അതിക്രമ കേസിൽ ആരോപണ വിധേയനായ നടൻ മുകേഷ് MLA-യുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. മാധ്യമപ്രവർത്തകർക്ക് ലാത്തിയടിയേറ്റ് പരിക്കേറ്റു. അന്തരിച്ച നടൻ മാമുക്കോയ്ക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാമർശത്തിൽ പരാതി നൽകി മാമുക്കോയുടെ മകൻ നിസാർ മാമുക്കോയ. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അദ്ദേഹം പരാതി നൽകിയത്. അപവാദ പ്രചാരണം നടത്തിയതിന് നടപടി സ്വീകരിക്കണമെന്നാണ് നിസാറിന്റെ പരാതിയിൽ പറയുന്നത്. സംവിധായകൻ തുളസിദാസിനെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. വീഡിയോ കോൾ വഴി ഓൺലൈനായാണ് മൊഴിയെടുത്തത്. അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞതായി അവർ അറിയിച്ചു. നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടൻ മണിയംപിള്ള രാജു കോടതിയെ സമീപിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള ഹർജി നൽകിയത്. ഫോർട്ട് കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹർജി. അതേസമയം കേസ് പരിഗണിക്കാനായി സെപ്റ്റംബർ 6 മാറ്റി. യുവാവിന്റെ നഗ്നചിത്രങ്ങൾ സംവിധായകൻ തനിക്ക് അയച്ചു തന്നെന്ന ആരോപണം നിഷേധിച്ച് നടി രേവതി. രഞ്ജിത്തിനെയും തന്നെയും ഉൾപ്പെടുത്തി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തനിക്ക് അറിയാമെന്ന് രേവതി പറഞ്ഞു. ഫെഫ്ക പ്രതികരിക്കാൻ വൈകിയത് മൗനം പാലിക്കൽ അല്ലെന്നും ഫെഫ്കയ്ക്ക് കീഴിലുള്ള മറ്റ് യൂണിയനുകളുടെ അഭിപ്രായം തേടേണ്ടിയിരുന്നുവെന്നും ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാവരുടെയും പേരുകൾ പുറത്തുവരണമെന്നാണ് ഫെഫ്കയുടെ നിലപാട്. കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞാൽ എത്ര ഉന്നതനായാലും സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെക്കുറിച്ച് ഫെഫ്ക സംഘടനയിലെ ഓരോ യൂണിയനുകളും കൃത്യമായി വിലയിരുത്തണമെന്ന് B. ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു. സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരും ഉൾപ്പെടെ മലയാള സിനിമയിൽ നിന്ന് 28 പേർ മോശമായി പെരുമാറിയെന്ന് നടി ചാർമിള. അർജുനൻ പിള്ളയും 5 മക്കളും എന്ന സിനിമയുടെ ഒരു നിർമ്മാതാവ് സുഹൃത്തുക്കൾക്കൊപ്പം ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നും താൻ വഴങ്ങുമോ എന്ന് സംവിധായകൻ ഹരിഹരൻ തന്റെ സുഹൃത്തായ നടൻ വിഷ്ണുവിനോട് ചോദിച്ചെന്നും തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം സിനിമയിൽ നിന്ന് തന്നെയും വിഷ്ണുവിനെയും ഒഴിവാക്കിയെന്നും ചാർമിള പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിച്ചുവെന്ന് നടി അമല പോൾ. വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതാണ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർക്കെതിരെയാണ് ആരോപണങ്ങളെന്ന് അറിഞ്ഞതായും ഇതിനൊരു ന്യായീകരണമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെൽ ജോൺ. നേതാക്കളോട് അടുപ്പമുള്ളവർക്ക് മാത്രമേ അവസരങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്നും സിനിമയിലേതിന് സമാനമായ കാസ്റ്റിംഗ് കൗച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്തുമുണ്ടെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അവർ പറഞ്ഞു. CPM-ൽ പവർ ഗ്രൂപ്പുണ്ടെന്ന VD സതീശന്റെ ആരോപണം സംബന്ധിച്ച് AICC മുൻ അംഗം സിമി റോസ്ബെലിന്റെ ചാനൽ അഭിമുഖം കണ്ടിട്ട് പ്രതികരിക്കണമെന്ന് MV ഗോവിന്ദൻ. AICC മുൻ അംഗം സിമി റോസ്ബെൽ ഉന്നയിച്ച ആരോപണങ്ങൾ നിരത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഹേമ കമ്മിറ്റിക്ക് സമാനമായ ഒരു സംവിധാനം
തെലങ്കാനയിലും രൂപീകരിക്കണമെന്നും തെലുങ്ക് സിനിമയിലെ ലൈംഗിക അതിക്രമ സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നും നടി സാമന്ത. ഇതുവഴി തെലുങ്ക് സിനിമയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുള്ള ജോലി ഉറപ്പാക്കാനാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. മഹാരാഷ്ട്രയിൽ പശുമാംസം കൈവശം വെച്ചെന്ന് ആരോപിച്ച് വൃദ്ധന് ട്രെയിനിൽ ക്രൂരമർദ്ദനം. നാസിക് ജില്ലയിലെ ഇഗത്പുരയിലാണ് സംഭവം. ദുലെ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന ജൽഗാവ് സ്വദേശിയായ ഹാജി അഷ്റഫ് മുന്നിയറാണ് അക്രമത്തിനിരയായത്. ലാവോസിൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സംഘം തടവിലാക്കിയ 47 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ബൊക്കിയോ പ്രവിശ്യയിലെ സൈബർ സ്കാം സെന്ററുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെയാണ് രക്ഷപ്പെടുത്തിയത്. ലാവോസിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഒക്ടോബർ 1 നിന്ന് 5 മാറ്റി. വോട്ടെണ്ണ തീയതിയിലും മാറ്റമുണ്ട്. നേരത്തെ ഒക്ടോബർ 4 നിശ്ചയിച്ചിരുന്ന ജമ്മു കാശ്മീർ, ഹരിയാന സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ 8 മാറ്റിയത്. കർഷകരുടെ സമരം 200 ദിവസം പിന്നിട്ട ഇന്നലെ കർഷകരുടെ സമരവേദിയിലെത്തി ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. കർഷകരാണ് രാജ്യത്തിന്റെ ചാലകശക്തിയെന്നും അവരില്ലാതെ ഒന്നും നടക്കില്ലെന്നും അത്ലറ്റുകൾ പോലും ഉണ്ടാകില്ലെന്നും അവർ ഊട്ടിയില്ലെങ്കിൽ മത്സരിക്കാൻ കഴിയില്ലെന്നും ഇവരെ കേൾക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞു. കഴിഞ്ഞ 200 ദിവസമായി കർഷകർ ഇവിടെയിരിക്കുന്ന കാഴ്ച വല്ലാത്ത വേദനയുണ്ടാക്കുന്നതാണെന്നും വിനേഷ് ഫോഗട്ട് കൂട്ടിച്ചേർത്തു. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 5ാം മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ SH1 ഇനത്തിൽ റുബീന ഫ്രാൻസിസ് വെങ്കലം നേടി. ഇത്തവണത്തെ പാരാലിമ്പിക്സിൽ ഷൂട്ടിംഗ് ഇനത്തിൽ ഇന്ത്യ നേടുന്ന 4ാം മെഡലാണിത്. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്. ഇന്നലെ നടന്ന കലാശപ്പോരിൽ 18ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ കരുത്തരായ മോഹൻ ബഗാനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 കീഴടക്കിയാണ് നോർത്ത് ഈസ്റ്റ് തങ്ങളുടെ കന്നി ഡ്യൂറൻ കപ്പ് കിരീടം സ്വന്തമാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.